അജിത് പവാറിൻ്റെ മരണം വലിയൊരു ദുരന്തമായി തന്നെ അവശേഷിക്കെ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇനി ആ പാർട്ടി കരുത്തുറ്റ നേതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ആ പാർട്ടിയെ ആര് നയിക്കും? അതൊരു സുപ്രധാനമായൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് അജിത് പവാറിൻ്റെ മരണം സൃഷ്ടിച്ച ഒരു ദുരന്തമായിരുന്നത്. അതിൻ്റെ ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ആളുകളെല്ലാം അതിൻ്റെ ഞെട്ടലിലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം സന്ദർഭങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതെ, ആരാണ് അടുത്തത് എന്നുള്ള കാര്യത്തിൽ തീരുമാനം എത്തണം. ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചിട്ട് കൽക്കട്ടയിലായിരുന്ന രാജീവ് ഗാന്ധിയെ നേരെ കൊണ്ടുവന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ മരണം തീരുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയാക്കി അവരോധിച്ചിട്ട് ആണ് പ്രധാനമന്ത്രി എന്ന നിലക്ക് നിന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പറ്റൂ. അപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് സുനേത്രയുടേതാണ്, അജിത് പവാർ. അതിനാണ് കാരണം എന്ന് വെച്ചാൽ NCP എന്ന് പറഞ്ഞാൽ പവാറിൻ്റെ ഇതായിരുന്നു, സംഘടനയാണ്. പവാർ മഹാരാഷ്ട്രയിലുണ്ടായേക്കണ ചവാന് ശേഷം മഹാരാഷ്ട്രയിലുണ്ടായേക്കണ ഏറ്റവും കരുത്തനായ കോൺഗ്രസ് നേതാവായിരുന്നു. പവാർ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായിരുന്നു. അക്കാലത്ത് കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് കെ കരുണാകരനുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് മൂപ്പനാരുണ്ടായിരുന്നു, ആന്ധ്രയിൽ നിന്ന് ചെന്നറെഡ്ഡി ഉണ്ടായിരുന്നു, കർണാടകയിൽ നിന്നും അതുപോലെ ബംഗാരപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനത്തും, മഹാരാഷ്ട്രയിൽ നിന്ന് ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും അതാത് സംസ്ഥാനങ്ങളിൽ കരുത്തരായ നേതാക്കന്മാരുള്ള സമയത്ത് ഈ കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു ഇദ്ദേഹം, പവാർ. പക്ഷേ പവാറും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ സമയത്താണ് പവാർ അതിൽ നിന്ന് മാറിയിട്ട് നാഷണൽ NCP ഉണ്ടാക്കിയത്. ആ NCP ഉണ്ടാക്കി പവാർ നിന്ന് ആ NCPയിൽ പവാറിൻ്റെ അനന്തരാവകാശിയായിട്ട് വരും എന്ന നിലക്കാണ് സഹോദരിയുടെ പുത്രനായിട്ടുള്ള അജിത് പവാറിനെ കൊണ്ടുവന്നത്. പക്ഷേ അജിത് പവാർ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും പവാറിൻ്റെ മകള് തന്നെ സുപ്രിയ സുലെ വളർന്നു വരികയും സുപ്രിയ സുലെ ഒരു ലീഡറായിട്ട് വരും എന്നൊരവസ്ഥ വന്നപ്പോൾ നേതൃത്വം ആർക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കം വന്നു. ആ തർക്കം വന്നപ്പോഴാണ് അജിത് പവാർ ഇതിനെ പിളർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പവാർ NCP ഉണ്ടാക്കുന്നത്. ആ പവാർ NCP ആണ് അദ്ദേഹത്തിൻ്റെ കരുത്തായിട്ട് മാറിയത്. അദ്ദേഹം ആ പവാർ NCP ഉണ്ടായതിന് ശേഷം പിന്നെ അജിത് പവാർ ആയിരുന്നു NCPയുടെ ഏറ്റവും കരുത്തനായ നേതാവ്. മറ്റേ പവാറിന് വേണ്ടത്ര പവർ ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ നിൽക്കുന്ന ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ശുഷ്കിച്ചു പോയി. ഇയാളുടെ പാർട്ടി വളരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സന്ദർഭത്തിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതെ. അപ്പോൾ എന്നും ഈ അജിത് പവാർ എന്നും മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു, ഒന്നാമനാകാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. എന്നും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുടെ പദവിയായിട്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കും, രണ്ടാമനായിട്ട്. മഹാരാഷ്ട്രയിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാൾ എന്ന ഒരു പ്രതീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഈ സംഘടനയെ ആര് നയിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം, വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ്. അപ്പോൾ സുനേത്ര എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവർക്കിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഇന്നോ നാളെയോ അവർക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയണം എന്നില്ല. പക്ഷേ സുനേത്ര ഇല്ലെങ്കിൽ പിന്നെ ആര്? അതാണ് ചോദ്യം. കാരണം ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ശരത് പവാർ സ്പെൻഡ് ഫോഴ്സാണ്. കുതിരയായിരുന്നു, പക്ഷേ കാലൊടിഞ്ഞു കിടക്കുന്നൊരു കുതിരയാണ്. ആ കുതിരയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ശരത് പവാറിന് ഇനി ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ, പ്രായവും. ഒന്ന്, അദ്ദേഹം രോഗിയാണ്. രണ്ട്, അദ്ദേഹത്തിന് പ്രായമായി, 80 വയസ്സൊക്കെ 85 വയസ്സൊക്കെ ആയി. അപ്പോൾ അത് പഴയ രീതിയിൽ ഇതെല്ലാം ഓടി നടന്ന് ചെയ്യാൻ പറ്റില്ല.
പിന്നെ അജിത് പവാറിൻ്റെ കൂടെയുള്ളവർ സുപ്രിയ സുലെയെ നേതാവായിട്ട് അംഗീകരിക്കുമോ എന്നറിയില്ല. അതെ. കാരണം സുപ്രിയ സുലെയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് അവരതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ശരത് പവാറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വരുന്നില്ല. ശരത് പവാർ മകളെ പാർട്ടി നേതാവായിട്ട് കൊണ്ടുവരുന്നു എന്ന് കണ്ടു കഴിഞ്ഞ സമയത്താണ് മരുമകൻ വേറെ ആയിട്ട് ഇങ്ങനെ ഇത് വരികയും ഈ മകളിനേക്കാൾ ഇവർക്കെല്ലാവർക്കും യോജിപ്പ് മരുമകനോട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സുപ്രിയ സുലെ ഇനി വന്ന് ഈ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത് പാർട്ടിയെ റീബിൽഡ് ചെയ്തെടുക്കും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അതിന് സുനേത്ര സമ്മതിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ സർ. അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ല ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ പോലും പക്ഷേ രാഷ്ട്രീയ പരിചയം ഉള്ളൊരു വ്യക്തിയാണ് ആര്യ സുനേത്ര. അപ്പോൾ സ്വാഭാവികമായിട്ടും NCPയുടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ ഇടയുള്ളത് സുനേത്രയാണ് എന്ന് കരുതുന്നതാണ് യുക്തിസഹമായ കാര്യം. സുനേത്ര വരും. 24-ൽ സുപ്രിയ സുലെയോട് പരാജയപ്പെടുകയും അല്ല ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അവർ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുപ്രിയ സുലെയെ പോലെ ജയിക്കും എന്ന് ഉറപ്പുള്ളൊരു സ്ഥാനാർത്ഥിയെ നേരിടാൻ ധൈര്യം കാണിച്ച സുനേത്ര. അപ്പോൾ അവരുടെ മെറ്റൽ എന്താണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. ആത്മവീര്യമുണ്ട്. അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്, തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തയ്യാറാണ്, തെരഞ്ഞെടുപ്പിലെ ജയം പോലെ തന്നെ പരാജയത്തെ ഫേസ് ചെയ്യാനും അവർ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ മരിക്കാൻ മടിയുള്ളവന് യുദ്ധം ചെയ്യാൻ അവകാശമില്ല എന്ന് പറയാറുണ്ട്. കാരണം യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കാൻ തയ്യാറായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. മരിക്കാൻ മടിയുള്ളവന് ഒരിക്കലും യുദ്ധം ചെയ്യാൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തിൽ തോൽക്കാൻ മടിയുള്ളവന് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ കഴിയില്ല. കാരണം ആര് രാഷ്ട്രീയത്തിൽ തോറ്റുപോകാവുന്നതാണ്. ഇന്ദിരാഗാന്ധിയെ പോലുള്ള നേതാക്കളൊക്കെ തോറ്റിട്ടില്ലേ, KR ഗൗരി തോറ്റിട്ടില്ലേ, എല്ലാവരും തോറ്റിട്ടുണ്ട്. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പോൾ തനിക്ക് മത്സരിച്ച് ജയിക്കാൻ മാത്രമല്ല മത്സരിച്ച് തോക്കാനും മടിയില്ല എന്ന് തെളിയിച്ചിട്ടുള്ള സുനേത്ര വരാനാണ് സാധ്യത അതിനകത്ത് നോക്കിയിട്ട് കാണുന്നത്. സാധ്യത എന്ന് പറയുന്നത് അവരുടെ അനുയായികൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും സാർ ഇപ്പോൾ പറഞ്ഞ പോലെ സുലയോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് വിട്ടുപോകുന്ന ഒരു നേതാവ്, ആ നേതാവിന്റെ ഭാര്യ അപ്പോൾ നയിക്കട്ടെ എന്ന് ഉള്ളത് അവരുടെ കൂടി തീരുമാനമായിരിക്കും. പിന്നെ അത് മാത്രമല്ല രണ്ടുപേരും നാത്തുമാരാണല്ലോ. അപ്പോൾ അത് തന്നെ രണ്ടുപേരും കൂടി ഒരു യോജിപ്പിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ല സ്വാഭാവികമായിട്ട് നമ്മൾ അതിലൊക്കെ കാണണമല്ലോ. പിന്നെ സുപ്രിയ സുലെയെ സംബന്ധിച്ചിടത്തോളം NCP അവരുടെ പാർട്ടിയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ അച്ഛനുണ്ടാക്കിയ പാർട്ടി, ആ പാർട്ടി സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടേണ്ടതാണ്. അച്ഛൻ്റെ മരുമകൻ അത് പിളർത്തിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല അച്ഛൻ്റെ പാർട്ടി ശോഷിച്ച് ഇല്ലാതെയാകുകയും അയാളുടെ പാർട്ടി വളരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസവും കൂടി സുപ്രിയ സുലെക്ക് കാണുമല്ലോ. അത് സുപ്രിയ സുലെയുടെ കഴിവില്ലായ്മയല്ലേ ആ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അത് തീർച്ചയായിട്ടും സുപ്രിയ സുലെക്ക് ഇവരെ ഈ പറയുന്ന രീതിയിൽ ഇതിനെല്ലാം കൂടി നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പരിമിതി ഉണ്ട് അതിനകത്ത്. കാരണം അച്ഛൻ്റെ മകളായിട്ട് നിന്ന് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചു വന്നതാണല്ലോ. അപ്പോൾ ഇപ്പോൾ അധികാരത്തിൻ്റെ ഇത് കുറയുകയും അച്ഛൻ്റെ ശക്തി ക്ഷയിക്കുകയും ചെയ്യുമ്പോൾ ആ ശക്തിമാനായ അച്ഛൻ്റെ കൂടെ നിന്നപ്പോൾ കിട്ടിയ പരിഗണന ഇപ്പം കിട്ടില്ല. അതാണ് അച്ഛൻ ശക്തിമാനായിരുന്ന സമയത്ത് സുപ്രിയ സുലെയുടെ ആജ്ഞ അനുസരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അച്ഛന് തന്നെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുപ്രിയ സുലെയുടെ ആജ്ഞ അനുസരിക്കാൻ ഒരുപാട് പേരുണ്ടാകില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, ഇത് രണ്ടായിക്ക് കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര സംവിധാനമായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ പോയിട്ട് ഇനി അമ്മാവൻ്റെ കീഴിൽ പോയിട്ടിരിക്കാൻ മരുമോൻ തയ്യാറാകില്ലല്ലോ. അതുകൊണ്ടല്ലോ സുനേത്രയ്ക്കും രാഷ്ട്രീയ പാരമ്പര്യം ഏറെയുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ. അല്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും സുനേത്ര തന്നെ ആയിരിക്കും ഈ NCPയുടെ നേതൃസ്ഥാനത്തിലേക്ക് വരുന്നതും അവർ തന്നെ അത് നയിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.